ഒരു ചക്രം എത്ര വേഗത്തിൽ കറങ്ങിയാലും അതിൻ്റെ നടുവിലുള്ള അച്ചുതണ്ട് നിശ്ചലമായി നിൽക്കുന്നത് എങ്ങനെയാണോ, അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഒട്ടേറെ തിരക്കുകൾക്കും സങ്കടങ്ങൾക്കും ഓട്ടങ്ങൾക്കുമിടയിൽ നിശ്ചലമായി നിൽക്കുന്ന നമ്മുടെ ആ കേന്ദ്രം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉള്ളിലെ കേന്ദ്രവുമായി ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉടനീളം പേടിയും ഉത്കണ്ഠയും കൊണ്ടു നടക്കും. നിങ്ങളും ആ ഒഴുക്കിൽപ്പെട്ട ഒരു മരത്തടി പോലെയാണോ? നമുക്കുള്ളിലെ ആ മഹാശക്തിയെ കണ്ടെത്താൻ ശിവൻ പറഞ്ഞു തരുന്ന വിദ്യ ഹര നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി പരമാനന്ദത്തിലേക്ക് നീങ്ങുവാനുള്ള ഒരു അത്ഭുത യാത്രയാണിത്. സ്നേഹമുള്ളവരെ, ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ആത്മീയ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 13ാമത്തെ വിദ്യയെക്കുറിച്ചാണ്. ശിവൻ പറയുന്നു, മയിൽപീലിയുടെ 5 നിറങ്ങളുള്ള വൃത്തങ്ങളെ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളായി ഭാവനയിൽ കാണുക വഴി അവയുടെ സൗന്ദര്യം നിങ്ങൾക്കുള്ളിൽ അലിഞ്ഞു പരക്കട്ടെ എന്ന്. അല്ലെങ്കിൽ ആകാശത്തിലോ ചുമരിലോ ഉള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് നോക്കുകയും ആ ബിന്ദു അലിഞ്ഞ് ഇല്ലാതാകുന്നത് വരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും. അതുവഴി മറ്റൊരു ജന്മത്തിനു വേണ്ടിയുള്ള നമ്മുടെ അഭിലാഷം സഫലമായി തീരുമെന്ന് ശിവൻ പറയുന്നു. നമുക്കുള്ളിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ഏറ്റവും ശക്തവുമായ ഒരു സത്യത്തെക്കുറിച്ചാണ് ശിവനിവിടെ നമ്മോട് പറയുന്നത്. ഇത് നമ്മുടെ കേന്ദ്രത്തെക്കുറിച്ചാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, സത്യത്തിൽ നമ്മളെല്ലാം എവിടെ നിന്നാണ് വന്നത്? നമുക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചവുമായി ബന്ധമുള്ളത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ഈ കേന്ദ്രമെന്നത്. ഒരു വണ്ടിച്ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചക്രത്തിൻ്റെ പുറംഭാഗവും വേഗത്തിൽ ചലിക്കുമെന്നും ആ ചക്രത്തിൻ്റെ നടുവിലൊരു അച്ചുതണ്ടുണ്ടെന്നും ചക്രം എത്ര വേഗത്തിൽ കറങ്ങിയാലും ആ അച്ചുതണ്ട് അനങ്ങാതെ അവിടെ നിൽക്കുമെന്നും ആ അച്ചുതണ്ടില്ലെങ്കിൽ ഒരു ചക്രത്തിന് ഒരിക്കലും കറങ്ങാൻ കഴിയില്ല എന്നും നമ്മൾ മുൻപ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? ജോലി, കുടുംബം, സന്തോഷം, സങ്കടം ഇതെല്ലാം പുറമെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം പോലെയല്ലേ ശരിക്കും? എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ മാറ്റമില്ലാതെ അനങ്ങാതെ നിൽക്കുന്ന ഒരു ബിന്ദു, അതാണ് നമ്മുടെ കേന്ദ്രം. ആ കേന്ദ്രത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ പാടെ ഉടഞ്ഞു പോകുന്നത്. നമുക്കുള്ളിലെ ആ കേന്ദ്രത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലെ എത്ര വലിയ തിരക്കിലാണെങ്കിലും നമ്മുടെ ഉള്ളിലെ സമാധാനം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. മണ്ണിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു മരത്തെ നോക്കിയാൽ വലിയ കാറ്റും മഴയും വന്നാൽ പോലും അത് വീഴില്ല. കാരണം അത് ഭൂമിയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ വേരില്ലാത്ത ഒരു മരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ചെറിയൊരു കാറ്റടിച്ചാൽ മാത്രം മതി അത് നിലം പൊത്താൻ. അവനവൻ്റെ ഉള്ളിലെ കേന്ദ്രവുമായി ബന്ധമില്ലാത്ത ഓരോ മനുഷ്യരുടെയും അവസ്ഥയും ഇതുതന്നെയാണ്. അവർ എപ്പോഴും ഉള്ളിൽ പേടിയും ഉത്കണ്ഠയും കൊണ്ടു നടക്കും. ഒരു പ്രശ്നം വന്നാലോ അവർ പാടെ തകർന്നും പോകും.
സത്യത്തിൽ അവരെല്ലാം ഒഴുക്കിൽപ്പെട്ട ഒരു മരത്തടി പോലെയാണ്. ഒഴുക്കെങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് അവർ അങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് സ്വന്തമായ ഒരു ദിശയോ ഉറപ്പോ ഉണ്ടാവില്ല. നമ്മുടെ ഈ കേന്ദ്രം എന്നത് പ്രപഞ്ചവുമായുള്ള നമ്മുടെ ആത്മീയ വേരാണ്. ഇവിടെയാണ് നമുക്ക് ആവശ്യമായ ഊർജവും ധൈര്യവും എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്, അല്ലേ? രാവിലെ വീട്ടിൽ നിന്നിറങ്ങി രാത്രി തിരികെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അത് എത്ര വലിയ ആഡംബര ഹോട്ടലിൽ താമസിച്ചാലും സ്വന്തം വീട്ടിലെ ആ ഒരു സമാധാനം വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ? അതുപോലെ നമ്മുടെ മനസ്സും എപ്പോഴും പുറത്താണ് അലയുന്നത്. പണത്തിനും പദവിക്കും സൗഹൃദങ്ങൾക്കും വേണ്ടി നമ്മുടെ മനസ്സെപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓടി 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 നമ്മുടെ മനസ്സ് തളരുകയും ചെയ്യും. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ചിന്തകൾ നിർത്തി നമുക്കുള്ളിലെ ആ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലെത്തിയ പോലെ ശാന്തരായി മാറും. അന്ന് നമ്മൾ മനസ്സിലാക്കും, ഈ ലോകം നമുക്ക് അന്യമായ ഒരിടമല്ലെന്നും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണെന്നും ഇവിടെ നാം സുരക്ഷിതരാണെന്നുമുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ആ കേന്ദ്രമാണ് നമ്മുടെ ഭവനം. നമ്മുടെ കേന്ദ്രം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി ഈ കേന്ദ്രം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലയിലല്ല, ഹൃദയത്തിലുമല്ല. ഇത് നമ്മുടെ നാഭിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ പൊക്കിളിന് ഏകദേശം 2 ഇഞ്ച് താഴെയായി ശരീരത്തിനുള്ളിലാണ് ഈ കേന്ദ്രം നിലകൊള്ളുന്നത്. ജപ്പാൻകാർ ഈ കേന്ദ്രത്തെ ഹര എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡറി നേവൽ ചക്ര എന്നും ഡാൻഡിയാൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ജപ്പാനിലെ യോദ്ധാക്കൾക്കും ധ്യാനികൾക്കും ഈ കേന്ദ്രത്തെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നു. മരിക്കുമ്പോൾ ഹരാഖിരി ചെയ്യുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം ഈ കേന്ദ്രത്തെ മുറിക്കുക എന്നാണ്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണിത്. അതായത് നമ്മുടെ ശക്തി കേന്ദ്രമാണിത്. നമുക്കറിയാം, രാവണൻ്റെ ശക്തി മുഴുവൻ ഈ കേന്ദ്രത്തിലായിരുന്നു. അവിടേക്കാണ് രാമൻ അമ്പെയ്ത് രാവണനെ വധിച്ചത്. ഈ കേന്ദ്രത്തിൽ ശക്തിയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരാഗ്രഹത്തെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനോ ക്രിയാശക്തിയോ ഉപയോഗിച്ച് ഭൗതികവൽക്കരിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ഒരു കേന്ദ്രത്തിൽ ഊർജമില്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ചെറിയൊരു ആഗ്രഹത്തെപ്പോലും നിർമ്മിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞ പോയിൻ്റാണിത്. അതെല്ലാം നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ചിലർ എന്നോട് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനുള്ള എന്തെങ്കിലും ടെക്നിക്കുകൾ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരുന്നു. ഈ അവസരത്തിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും അത്തരം വിദ്യകൾ നമ്മൾ ചർച്ച ചെയ്യും. ആരും പറയാത്ത അതീവ ശക്തമായ വിദ്യകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. പക്ഷേ അതിനു മുൻപ് ഈ വിദ്യ നിങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. ശേഷം അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കപ്പെടും. ഈ തന്ത്രങ്ങൾ തികച്ചും ഭൗതികമായി ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മളൊക്കെ ഈ പ്രപഞ്ചവുമായി ശാരീരികമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ നാഭീകേന്ദ്രത്തിലൂടെ ആയിരുന്നു, അല്ലേ? പൊക്കിൾക്കൊടി ബന്ധം എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ?
നമ്മൾ ജനിച്ചതിന് ശേഷം ആ നൂൽ നമ്മിൽ നിന്നും മുറിച്ചു മാറ്റിയെങ്കിലും ആത്മീയമായി നമ്മൾ ഇപ്പോഴും പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്നത് ആ നാഭീകേന്ദ്രം വഴിയാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ശ്വസന രീതിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ കുഞ്ഞ് ശ്വാസമെടുക്കുമ്പോൾ അവൻ്റെ നെഞ്ചിന് പകരം വയറുയരുന്നത് കാണാൻ നമുക്ക് സാധിക്കും. കുഞ്ഞുങ്ങളെല്ലാം ജീവിക്കുന്നത് അവരുടെ നാഭിയിലെ ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയേറെ സന്തോഷവും നിഷ്കളങ്കതയും ഉത്സാഹവുമെല്ലാം ഉള്ളത്. എന്നാൽ ഒരിക്കൽ കുഞ്ഞുങ്ങളായിരുന്ന നമ്മൾ മുതിർന്നപ്പോൾ എന്താണ് നമ്മൾ സംഭവിച്ചത്? മുതിർന്നപ്പോൾ നമ്മുടെ ശ്വാസം നെഞ്ചിലേക്ക് മാത്രമായി ഒതുങ്ങുകയും നമ്മുടെ ശ്രദ്ധ മുഴുവൻ തലയിലെ ചിന്തകളിലേക്ക് മാറുകയും ചെയ്തു. നമ്മൾ നമ്മുടെ നാഭിയിലെ ആ കേന്ദ്രത്തെ മറന്നുപോയി. അതുകൊണ്ടൊക്കെയാണ് മുതിർന്നവർക്ക് പെട്ടെന്ന് ടെൻഷനും സങ്കടവുമെല്ലാം വരുന്നത്. നമ്മുടെ ശ്വാസം വീണ്ടും നമ്മുടെ നാഭിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും ആ കുട്ടിക്കാലത്തെ സന്തോഷത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഈ ശ്വസന രീതി എങ്ങനെയാണ് ശരിയായി ചെയ്യുകയെന്ന്. വളരെ ലളിതമായ 3 ഘട്ടങ്ങളിലൂടെ നമുക്കിത് ശീലിക്കുവാൻ കഴിയും. ഒന്നാമത്തെ ഘട്ടം എന്നത് നിവർന്നിരിക്കുകയോ അല്ലെങ്കിൽ ശാന്തമായി കിടക്കുകയോ ചെയ്യാം. ശരീരത്തിലെ മസിലുകളെല്ലാം പൂർണ്ണമായും അയച്ചിടണം. നമ്മുടെ ഒരു കൈ നെഞ്ഞിലും മറ്റൊരു കൈ നാഭിക്ക് മുകളിലായും വെക്കണം. അതായത് നമ്മുടെ പൊക്കിളിന് മുകളിൽ. രണ്ടാമത്തെ ഘട്ടത്തിൽ മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചല്ല ഇവിടെ ഉയരേണ്ടത്, മറിച്ച് നമ്മുടെ വയറാണ് ഒരു ബലൂൺ വീർക്കുന്നത് പോലെ പുറത്തേക്ക് വരേണ്ടത്. ആ സമയം നാഭിക്ക് മുകളിലുള്ള നമ്മുടെ കൈ ഉയരുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഘട്ടത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ സാവധാനം ഉള്ളിലേക്ക് പോകുന്നതായും അനുഭവപ്പെടണം. ഇത് ബോധപൂർവം നിങ്ങൾ പരിശീലിച്ചാലേ ആ ശൈശവകാലത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, ശരിയായ ശ്വസനത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. ഒരു ഭൈരവനും ഭൈരവിയുമാണെങ്കിൽ അവർ ഈ നാഭി ശ്വസനം അറിഞ്ഞിരിക്കണം. അത് അത്യാവശ്യമാണ്. ഈ ശ്വസന രീതിയെക്കുറിച്ച് ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ വയറ് വീർപ്പിക്കുന്നത് വഴി ശ്വാസകോശത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന്. അതിനുള്ള മറുപടി ഒരിക്കലുമില്ല എന്നാണ്. വാസ്തവത്തിൽ വയർ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന് താഴെയുള്ള ഡയഫ്രം താഴേക്ക് നീങ്ങുകയും ശ്വാസകോശത്തിന് കൂടുതൽ വായു ഉൾക്കൊള്ളുവാനുള്ള സ്ഥലം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും സ്വാഭാവികമായ ശ്വസന രീതി. അതുപോലെ പൊതുവെ ഉണ്ടാകാറുള്ള മറ്റൊരു സംശയമാണ് എപ്പോഴൊക്കെയാണ് ഇത് പരിശീലിക്കേണ്ടതെന്ന്. ഇതിനായി പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് പരിശീലിക്കാം. കൂടാതെ എപ്പോൾ നമുക്ക് ടെൻഷനോ തളർച്ചയോ തോന്നുന്നുവോ അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഈ നാഭീശ്വസനം ചെയ്താൽ നമ്മുടെ മനസ്സ് അവിടെ ഉടൻ ശാന്തമാകുന്നത് കാണാൻ കഴിയാറുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമുക്ക് 3 പ്രധാന കേന്ദ്രങ്ങളുണ്ടെന്ന് പറയാം. അതിലൊന്നാമത്തത് നമ്മുടെ ശിരസ്സാണ്. ഇത് അറിവിൻ്റെ കേന്ദ്രമാണ്. കണക്കുകൾ കൂട്ടുവാനും ജോലി ചെയ്യുവാനും ഇതിൻ്റെ സഹായം നമുക്ക് വേണം. പക്ഷേ തലയിൽ മാത്രം ജീവിക്കുന്നവർക്ക് എപ്പോഴും ആശങ്കകളായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത് ഹൃദയമാണ്. ഇത് വികാരങ്ങളുടെ കേന്ദ്രമാണ്. സ്നേഹിക്കാനും അനുഭവിക്കാനുമെല്ലാം ഇതാണ് നമ്മെ സഹായിക്കുന്നത്. മൂന്നാമത്തേത് നമ്മുടെ നാഭിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ യഥാർത്ഥ കേന്ദ്രം, നമ്മുടെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രം. ഇവിടെയാണ് നമുക്ക് നമ്മുടെ വേരുകളുള്ളത്.
സത്യത്തിൽ നമ്മുടെയൊക്കെ പ്രശ്നമെന്നത് നമ്മൾ തലയിൽ മാത്രം തളച്ചിടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ തലയിൽ നിന്നും ഹൃദയത്തിലേക്കും അവിടെ നിന്നും നാഭിയിലെ കേന്ദ്രത്തിലേക്കും നമ്മൾ നമ്മുടെ ശ്രദ്ധയെ മാറ്റേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ പൂർണ്ണനായ ഒരു മനുഷ്യനായി മാറുകയുള്ളൂ. നമ്മളിപ്പോൾ കേന്ദ്രത്തെക്കുറിച്ചും നാഭിയെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കി. ഒരുപക്ഷെ പലർക്കും തോന്നാം, ഞാൻ എപ്പോഴും തലയിലാണല്ലോ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ അറിയാതെയെങ്കിലും ഈ കേന്ദ്രത്തിൽ ഒന്ന് എത്തിയിട്ടുണ്ടാകുമോ എന്ന്. അതിനുള്ള ഉത്തരം തീർച്ചയായും ഉണ്ട് എന്നാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിലാണ് നാം അറിയാതെ തന്നെ നമ്മുടെ ഈ കേന്ദ്രത്തെ സ്പർശിക്കാറുള്ളത്. നമുക്കറിയാം നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ പെട്ടെന്നൊരു അപകടം മുന്നിൽ വരുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ലോറി നമുക്ക് മുൻപിൽ വന്നു എന്ന് കരുതിയാൽ ആ നിമിഷം തന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടണം, വണ്ടി ഇടത്തോട്ട് വെട്ടിക്കണമെന്ന് നമ്മൾ ആ നിമിഷം തലകൊണ്ട് ചിന്തിക്കാറുണ്ടോ? അതൊരിക്കലും ഉണ്ടാവില്ല. ചിന്തിക്കാൻ നമുക്കവിടെ സമയമുണ്ടാവില്ല. അവിടെ ആ നിമിഷം പ്രവർത്തിക്കുന്നത് നമുക്കുള്ളിലെ ഈ കേന്ദ്രമാണ്. വണ്ടിയെല്ലാം നിർത്തിക്കഴിഞ്ഞ് സുരക്ഷിതനായ ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ആ അപകട നിമിഷത്തിൽ നമ്മളുടെ ബോധം തലയിൽ നിന്ന് നേരിട്ട് നാഭിയിലെ ഹര എന്ന ഈ കേന്ദ്രത്തിലേക്ക് കുതിക്കുകയാണ് ചെയ്യുക. ഒരു അഭ്യാസിക്ക് ഈ കേന്ദ്രം ശക്തമായിരിക്കണം. എങ്കിലേ മറ്റൊരാളുടെ പ്രഹരങ്ങൾ തടുക്കുവാനുള്ള ആ സഡൻ ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അവിടെ ചിന്തകളില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ഈ കേന്ദ്രം നിർജീവമാണെങ്കിൽ ആ പ്രഹരങ്ങളെല്ലാം ഈ പാവം ശരീരം സ്വീകരിക്കേണ്ടി വരും. ഈ കേന്ദ്രം ശരിയായി പ്രവർത്തിക്കാത്തവർക്ക് എപ്പോഴും എന്തെങ്കിലും പരുക്കുകൾ പറ്റിക്കൊണ്ടേയിരിക്കും. കാല് വെച്ചു കുത്തുക, കൈകൾ മുറിയുക, പാത്രങ്ങൾ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടുക, അങ്ങനെ. ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തെ പണ്ഡിതന്മാർ നിർമ്മനസ്സെന്നെല്ലാം വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർ പർവ്വതങ്ങൾ കയറുന്നതിൻ്റെയും അല്ലെങ്കിൽ ഭ്രാന്തമായ വേഗത്തിൽ വണ്ടികൾ ഓടിക്കുന്നതിൻ്റെയും പിന്നിൽ ഒരു വലിയ ആത്മീയ രഹസ്യമുണ്ട്. നമ്മളൊരു മല കയറുമ്പോൾ ആ ഓരോ ചൂടും മരണത്തിന് തുല്യമായിരിക്കുമ്പോൾ നമുക്ക് ഭൂതകാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചോ ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല. നമ്മൾ ആ നിമിഷത്തിൽ മാത്രമായിരിക്കും അപ്പോൾ ഉണ്ടാവുക. അത്തരത്തിലുള്ള അപകടകരമായ നിമിഷങ്ങളിൽ മനസ്സവിടെ നിശ്ചലമായിരിക്കും. മനസ്സ് നിലയ്ക്കുമ്പോൾ നമ്മൾ നേരിട്ട് ആ കേന്ദ്രത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വലിയൊരു സന്തോഷം അനുഭവപ്പെടും. സത്യത്തിൽ പലരും ഈ സന്തോഷത്തിന് വേണ്ടിയാണ് പല സാഹസിക കൃത്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നത്. നമ്മുടെ പുരാതന കാലത്തെ യോദ്ധാക്കൾ, ഉദാഹരണത്തിന് നമുക്ക് അർജുനനെയോ അല്ലെങ്കിൽ ജപ്പാനിലെ സാമുറായികളെയോ എടുത്തു നോക്കിയാൽ ഇവരെല്ലാം യുദ്ധക്കളങ്ങളിൽ അതീവ ശാന്തരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ചിന്തിക്കാൻ നിന്നാൽ അവിടെ മരണമുറപ്പാണ്. അവിടെ അവർ ചിന്തകൾക്ക് അവധി നൽകി നാഭിയിലെ കേന്ദ്രത്തിലാണ് ഉറച്ചു നിൽക്കുക. അതുകൊണ്ടാണ് യുദ്ധം പോലും പലർക്കും ഒരു ധ്യാനമായി മാറിയിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ അപകടങ്ങളൊന്നുമില്ലാത്തതിനാൽ നമ്മളെപ്പോഴും സുരക്ഷിതരായി തലയിലെ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ധ്യാനത്തിലൂടെ തന്നെ അപകടങ്ങളില്ലാതെ ആ കേന്ദ്രത്തിലേക്ക് മടങ്ങാനാണ് ശിവൻ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ കേന്ദ്രത്തിലെത്താൻ അപകടങ്ങളിൽ പെടണം എന്നാണോ ഇതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഒരിക്കലുമല്ലാട്ടോ. അപകടങ്ങൾ ഒരു ഷോക്ക് നൽകി നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നു എന്ന് മാത്രം. ധ്യാനമെന്നത് അപകടമില്ലാതെ അതീവ ശാന്തതയോടെ സ്വയം ആ കേന്ദ്രത്തിലേക്ക് നടന്നു പോകുന്ന ഒരു കലയാണ്.
അതുപോലെ അപകട സമയത്ത് ആ ഷോക്കിലൂടെ കിട്ടുന്ന ആ സന്തോഷം സ്ഥിരമാണോ എന്നൊരു ചോദ്യം വരാം. അതിനുള്ള മറുപടി എന്നത് അത് സ്ഥിരമല്ല എന്നത് തന്നെയാണ്. അപകട സാഹചര്യം ഒഴിയുമ്പോൾ നമ്മൾ വീണ്ടും തലയിലെ ആ ചിന്തകളിലേക്ക് മടങ്ങും. എന്നാൽ കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആ ശാന്തി അനുഭവിക്കാൻ കഴിയും. നാഭീകേന്ദ്രത്തെക്കുറിച്ചും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട് നമുക്ക്. പിന്നെ ഒരവസരത്തിൽ നമുക്കതെല്ലാം റിവീൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തെക്കുറിച്ചുള്ള അറിവ് നേടി. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രായോഗികമായി പരിശീലിക്കാമെന്ന് നോക്കാം. ഇതിനായി ശിവൻ പറഞ്ഞു തരുന്ന അതീവ സുന്ദരമായ ഒരു വിദ്യയാണ് മയിൽപീലി വിദ്യ എന്നത്. നമുക്ക് നമ്മുടെ ഭാവനയെ ഉപയോഗിച്ച് എങ്ങനെ നമുക്കുള്ളിലെ ആ കേന്ദ്രത്തിലെത്താമെന്ന് നോക്കാം. ശരി, എന്തായിരിക്കും ഈ വിദ്യ? ഒരു മയിൽപീലി എടുത്ത് നമ്മൾ നോക്കിയാൽ അതിൽ 5 നിറങ്ങളുള്ള വൃത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിദ്യയിൽ നമ്മളിവിടെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ, അതായത് നമ്മുടെ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം എന്നിവയെ ഈ 5 നിറങ്ങളായി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 5 നിറങ്ങളും പുറം ലോകത്തു നിന്ന് നമുക്കുള്ളിലേക്ക് ഒഴുകി വന്ന് നമ്മുടെ നാഭിയിലെ കേന്ദ്രത്തിൽ ലയിക്കുന്നതായി നമ്മൾ കാണണം. ഇത് നമ്മൾ അതീവ ശാന്തതയോടെ ചെയ്യേണ്ട ഒന്നാണ്. ഇനി പറയുന്ന രീതിയിൽ നമുക്കിത് പരിശീലിക്കാം. അതിനായി നട്ടെല്ല് നിവർത്തി ശാന്തമായിരിക്കണം. കണ്ണുകൾ സാവധാനം അടച്ചതിന് ശേഷം അനന്തമായ ആകാശത്ത് ഒരു മയിൽപീലിയിലേതുപോലുള്ള ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, വയലറ്റ് എന്നീ 5 നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കണം. ശേഷം ഈ 5 നിറങ്ങളും 5 പ്രകാശധാരകളായി നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകി വരുന്നത് കാണണം. ഈ 5 പ്രകാശങ്ങളും നമ്മുടെ നാഭിയിലെ കേന്ദ്രത്തിൽ നാഭിക്ക് തൊട്ട് താഴെ വന്നു ചേർന്ന് ഒരൊറ്റ ബിന്ദുവായി മാറുന്നത് ഭാവനയിൽ കാണണം. ശേഷം ആ ബിന്ദുവിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ഇവിടെ നിറങ്ങളെക്കുറിച്ചോ ബിന്ദുവിനെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. അവയെ കണ്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ മനസ്സ് എപ്പോഴും പുറത്തേക്കോടുന്ന ഒന്നാണ്. നമ്മളിവിടെ മയിൽപീലിയിലെ നിറങ്ങളെപ്പോലെ ആകർഷകമായ ഒരു ഭാവന നൽകുമ്പോൾ മനസ്സതിൽ അതീവ താല്പര്യത്തോടെ നിലനിൽക്കും. ഈ നിറങ്ങളെല്ലാം വയറ്റിലെ കേന്ദ്രത്തിൽ ലയിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചിന്തകളും അറിയാതെ ആ കേന്ദ്രത്തിലേക്ക് ലയിച്ചു ചേരും. കുറച്ചു നേരം ആ ബിന്ദുവിൽ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ബിന്ദുവും നിറങ്ങളും നമ്മിൽ നിന്ന് മാഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ കേന്ദ്രത്തിൽ എത്തിച്ചേരുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ചിന്തകൾ വരാം. നമ്മളിവിടെ ചിന്തകളെ തടയാൻ ശ്രമിക്കരുത്. അവ വന്നും പോയുമിരിക്കട്ടെ. നമ്മൾ ആ നിറങ്ങളുടെ ലയനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കണം. പതുക്കെ പതുക്കെ ചിന്തകൾ നമ്മിൽ നിന്നും താനെ ഇല്ലാതാകും. കുറച്ചു നേരം ആ അവസ്ഥയിൽ തന്നെ ഇരുന്നു കൊണ്ട് ശേഷം നമ്മുടെ ഉണർവിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ നമുക്കുള്ളിൽ നിറങ്ങൾ സങ്കല്പിക്കുന്നത് എങ്ങനെയെന്നും ആ നിറങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കേന്ദ്രത്തെ എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ എല്ലാവർക്കും ഭാവന ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് കണ്ണു തുറന്നുകൊണ്ട് ചെയ്യാൻ ശിവൻ പറഞ്ഞു തരുന്ന മറ്റൊരു വിദ്യയാണിനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് പുറത്തുള്ള ഒരു ബിന്ദുവിലൂടെ എങ്ങനെ നമുക്കുള്ളിലെ ആ കേന്ദ്രത്തിലെത്താമെന്ന് നോക്കാം. നമ്മുടെ മനസ്സിനെ ഒരിടത്ത് നിർത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മുടെ ദൃഷ്ടിയെ ഒരിടത്ത് ഉറപ്പിക്കുക എന്നതാണ്. ഇതിനെ ത്രാടകം എന്നൊക്കെ വിളിക്കാറുണ്ട്. എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും.
നമ്മളൊരു ബിന്ദുവിലേക്ക് മാത്രം നോക്കുമ്പോൾ നമ്മളുടെ കാഴ്ചയുടെ ലോകം അവിടെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ലോകം മുഴുവൻ അപ്രത്യക്ഷമാവുകയും ആ ഒരു ബിന്ദു മാത്രമായി മാറുകയും ചെയ്യും അവിടെ. ഈ പരിശീലനം വളരെ ലളിതമാണ്, പക്ഷെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് മാത്രം. ശിവൻ പറയുന്നു, ആകാശത്തിലോ ചുമരിലോ ഉള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന്. നമുക്കറിയാം, ആകാശത്തിലൊരു ഭൗതികമായ ബിന്ദു ഉണ്ടാവില്ല. അതിനാൽ തന്നെ ആ പരിശീലനം എന്നത് തികച്ചും ആന്തരികമാണ്. അതിനായി തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കിയിരിക്കണം നമ്മൾ. ആ അനന്തമായ നീലിമയിൽ ഒരിടത്തു മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം. അവിടെ ഒരു പ്രകാശബിന്ദു ഉണ്ടെന്ന് സങ്കല്പിക്കണം. ആകാശത്തിൻ്റെ വിശാലതയിൽ നിങ്ങളുടെ കണ്ണുകൾ അലഞ്ഞു തിരിയാൻ അനുവദിക്കാതെ ഒരു പ്രത്യേക പോയിന്റിൽ മാത്രം ബോധത്തെ ഉറപ്പിച്ചു നിർത്തണം. പുറത്തുള്ള ആകാശവും ഉള്ളിലെ ബോധവും ആ ഒരു ബിന്ദുവിൽ ഒന്നായി മാറണം. കണ്ണ് ചിമ്മാതെ ആ സങ്കല്പ ബിന്ദുവിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പതുക്കെ ആകാശം അവിടെ ഇല്ലാതാവുകയും നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. ചുമരിൽ നോക്കുന്നതിനേക്കാൾ ആഴമേറിയതാണ് ആകാശത്തിലെ ബിന്ദു ധ്യാനം. ചുമരൊരു അതിരാണ്, എന്നാൽ ആകാശം അനന്തതയുടെ പ്രതീകമാണ്. അനന്തതയുടെ പശ്ചാത്തലത്തിൽ ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ശൂന്യമാവുകയും ആന്തരിക നിശബ്ദത കൈവരുകയും ചെയ്യും. നമുക്കിനി ചുമരിലെ ബിന്ദുവിനെ നോക്കി ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഇത് ചെയ്യാനായി ഒരു വെള്ളക്കടലാസിൽ ഒരു പയറുമണിയുടെ വലുപ്പത്തിൽ കറുത്ത മഷി കൊണ്ട് ചെറിയൊരു ബിന്ദു അടയാളപ്പെടുത്തിയതിന് ശേഷം നിങ്ങളുടെ കണ്ണിന് നേരെയായി ഏകദേശം ഒരു 2 അടി ദൂരത്തിൽ ചുമരിൽ ഇത് പതിപ്പിക്കണം. അല്ലെങ്കിൽ ചുമരിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തിയാലും മതിയാകും. ശേഷം നട്ടെല്ല് നിവർത്തിയിരുന്നു കൊണ്ട് ആ ബിന്ദുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കണം. കണ്ണ് ചിമ്മാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ണ് ചിമ്മുമ്പോൾ മനസ്സിന് ചിന്തിക്കാൻ ഒരു ഇടവേള കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കാനാണ് കണ്ണ് ചിമ്മരുതെന്ന് പറയുന്നത്. കുറച്ചു സമയം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം അവിടെ സംഭവിക്കും. ആ ബിന്ദു പതുക്കെ മാഞ്ഞു പോകുന്നതായി നമുക്ക് തോന്നും. അല്ലെങ്കിൽ അതൊരു പ്രകാശമായി മാറും. ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്നത് ബിന്ദു അവിടെ തന്നെയുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണും മനസ്സും തമ്മിലുള്ള ബന്ധം ആ നിമിഷം മുറിഞ്ഞു പോകുകയാണ് അവിടെ. മനസ്സ് ചിന്തിക്കുന്നത് നിർത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പുറത്തെ ആ ബിന്ദു കാണാതാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ കേന്ദ്രം താനെ വെളിപ്പെടും. പുറത്തെ ലക്ഷ്യമില്ലാതാകുമ്പോൾ ബോധം താനെ അകത്തേക്ക് മടങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ഇത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരാം. അത് സാരമാക്കരുത്. നിങ്ങൾക്ക് കണ്ണ് വേദനിക്കുന്നു എന്ന് തോന്നിയാൽ സാവധാനം കണ്ണടച്ച് നമുക്കുള്ളിലെ ഇരുട്ടിൽ ആ ബിന്ദുവിനെ കാണാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണിത്. അവരുടെ പഠനത്തിന് മുൻപ് ഒരു 5 മിനിറ്റ് നേരം ഇത് ശീലിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. ധ്യാനിക്കുമ്പോൾ കണ്ണടഞ്ഞു പോകാതിരിക്കാൻ സ്വന്തം കൺപോളകൾ മുറിച്ചെറിഞ്ഞ ഒരു വലിയ ഗുരുവിനെക്കുറിച്ചുള്ള കഥയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ബോധിധർമ്മനെക്കുറിച്ച്. ഇദ്ദേഹത്തെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹം കൺപോളകൾ എറിഞ്ഞ ചായ എന്ന മലയിൽ നിന്നാണ് ചായ ഉണ്ടായതെന്ന് പറയപ്പെടുന്നത്. ചായ കുടിക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന ആ ഒരു ഉണർവില്ലേ, ധ്യാനത്തിൽ കണ്ണു തുറന്നിരിക്കുമ്പോഴുള്ള ആ ഉണർവിൻ്റെ പ്രതീകമാണ്. സത്യമായാലും അസത്യമായാലും ഈ കഥ വളരെ മനോഹരമാണ്. ഇന്നത്തെ നമ്മുടെ ആത്മീയ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെ നമ്മൾ നാഭിയെക്കുറിച്ചും ബിന്ദു ധ്യാനത്തെക്കുറിച്ചും മനസ്സിലാക്കി. നമ്മുടെ നട്ടെല്ലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ഒരു രഹസ്യത്തെക്കുറിച്ചാണ് ശിവൻ 14ാമത്തെ വിദ്യയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ നെടുന്തൂണാണ് നമ്മുടെ നട്ടെല്ല്, അല്ലേ? എന്നാൽ ആത്മീയമായി നോക്കിയാൽ ഇതൊരു അസ്ഥി മാത്രമല്ല.
നട്ടെല്ലിൻ്റെ നടുവിലൂടെ താമരനൂല് പോലെ അതീവ നേർത്തതും വെളിച്ചം നിറഞ്ഞതുമായ ഒരു പാതയുണ്ട്. ഇതിനെയാണ് നമ്മൾ സുഷുമ്നാ നാഡി എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഊർജം നമ്മുടെ ഓരോ കോശത്തിലേക്കും എത്തുന്നത് ഈ വഴിയിലൂടെയാണ്. ഇതിനെ നമുക്ക് അറിയാം, അനുഭവിക്കാം അടുത്ത വിദ്യയിലൂടെ. സ്നേഹമുള്ളവരെ, വിജ്ഞാൻ ഭൈരവ തന്ത്രയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയും. ആമുഖത്തിൽ പറഞ്ഞതുപോലെ വീട്ടിലെത്തിയ സമാധാനം നമുക്കിപ്പോൾ അനുഭവപ്പെടും. ഇതാണ് യഥാർത്ഥ സന്തോഷം. ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഈ വിദ്യകൾ കൊണ്ടെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്നത് നിങ്ങൾക്കുള്ളിലെ ആ കേന്ദ്രത്തിൽ ഉറച്ചു നിന്നാൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും നിങ്ങളെ തളർത്തില്ല എന്നതാണ്. കൂടാതെ നിങ്ങൾ കൂടുതൽ ശാന്തനാകുകയും നിങ്ങളുടെ ബുദ്ധി തെളിയുകയും എല്ലാറ്റിനുമുപരിയായി നിങ്ങൾ സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യനായി മാറുമെന്നതുമാണ്. അതുപോലെ മറ്റൊരു സംശയം ഉണ്ടാവുക, ഈ പരിശീലനം എല്ലാ ദിവസവും ചെയ്യണമോ എന്നതായിരിക്കും. അതിനുള്ള ഉത്തരം സിമ്പിളാണ്, ചെയ്യണമെന്നാണ്. ഒരു ചെടിക്ക് ദിവസവും നമ്മൾ നനയ്ക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ബോധത്തെ ദിവസവും ഈ വിദ്യകളിലൂടെ പരിപാലിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ജനിച്ചത് വെറുതെ ജീവിച്ചു മരിക്കുവാനാണോ? ഒരിക്കലുമല്ല. മറിച്ച് ആകാശത്തോളം ഉയരുവാനും ഉള്ളിലെ ദൈവികതയെ കണ്ടെത്താനുമാണ്. ഇന്നത്തെ കുറച്ചു സമയം നമ്മൾ ചർച്ച ചെയ്ത വിദ്യകളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. എന്നെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ദിവ്യബോധത്തിന് മുൻപിൽ ഞാൻ പ്രണമിക്കുന്നു. നന്ദി, നമസ്കാരം.